കൊച്ചിയിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്നു പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാണിയിലിപ്പോരിലേക്കാണ് നമ്മളിത് പോകുന്നത്. പാണിയിലിപ്പോരിലേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ അവിടെ എൻട്രൻസിൻ്റെ അടുത്തായിട്ടൊരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്താൽ നമുക്ക് അകത്തേക്ക് കയറാവുന്നതാണ്. ഒരാൾക്ക് ഏകദേശം 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് അവിടെ പ്രൊഫഷണൽ ക്യാമറാസും മറ്റും ഉപയോഗിച്ച് വീഡിയോസ് എടുക്കുന്നെങ്കിൽ അതിന് എക്സ്ട്രാ കാശ് കൊടുക്കണം. ഈ എൻട്രൻസ് വഴി അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 700 മീറ്ററോളം അകത്തേക്ക് നടക്കാനുണ്ട് ഈ പാണിയിലിപ്പോരിലേക്ക് എത്താൻ വേണ്ടി. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് അത്യാവശ്യം ഒരു മരങ്ങളൊക്കെ നിറഞ്ഞൊരു കാട് തന്നെയാണ്. ആൻഡ് ഇതിനുള്ളിൽ 2-3 ആൾ താമസമുള്ള വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ എങ്ങനെ ഇവിടെ താമസിക്കുന്നത്? ലൈക്ക് രാത്രിയാകുമ്പോൾ പേടിയാവില്ലേ? കാരണം ഇവിടെ എന്തായാലും ആന ഇറങ്ങുന്നൊരു സ്ഥലമാണ്. കാരണം ചുറ്റും ഇലക്ട്രിക് ഫെൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ ആന ഇറങ്ങാറുണ്ട് എന്നുള്ള വാർണിംഗ് ബോർഡ്സും ഇവിടെ പലയിടങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഈ വഴി നടന്ന് നമ്മൾ ചെന്നെത്തുന്നത് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്കാണ്. അപ്പോൾ നടന്നെത്തുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു ട്രീ ഹൗസും ഇരിക്കാനുള്ള കുറേ ഇടങ്ങളും എല്ലാം കാണാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ വെള്ളത്തിൽ ഡയറക്റ്റ് ഇറങ്ങാതിരിക്കാൻ വേണ്ടി വലിച്ച് കെട്ടിയിട്ടുണ്ട് ഒരു കയർ. കാരണം ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ അടിയിൽ നല്ല ഒഴുക്കും നല്ല ചുഴികളും ഉണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അപകടം പറ്റും. എന്നാൽ കുറച്ച് അകലെയായിട്ട് നമുക്ക് സേഫായിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളും ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ആദ്യം കണ്ട ട്രീ ഹൗസിൽ ഞങ്ങൾ കയറി. ലൈക്ക് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ്. നമുക്ക് പെട്ടെന്നൊന്നും കയറി പോകാൻ പറ്റൂല. അത്യാവശ്യം കഷ്ടപ്പാട് തന്നെയാണ് കയറാനും ഇറങ്ങാനും. അതിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് ആ വ്യൂസ് എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് ഫുൾ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ ഇറങ്ങാനും നല്ല കഷ്ടപ്പാടാണ്. കയറുന്നതിൻ്റെ കൂടുതൽ കഷ്ടപ്പാടാണ് ആ സ്റ്റെപ്പിൽ കൂടി ഇറങ്ങാൻ വേണ്ടി. ഈ പാണിയിലിപ്പോരിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പാണിയേലി എന്ന സ്ഥലത്താണ് ഈ പോര് എന്ന് പറഞ്ഞ ഈ ഡെസ്റ്റിനേഷൻ സ്ഥിതി ചെയ്യുന്നത്. പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ യുദ്ധം, അംഗം എന്നുള്ളതിന് അല്ലെങ്കിൽ ബാറ്റിൽ എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ്. പെരിയാർ നദി ഇവിടെയുള്ള വലിയ പാറക്കെട്ടുകളോട് യുദ്ധം ചെയ്ത് ഒഴുകുന്നു എന്നൊരു അർത്ഥത്തിലാണ് ഇവിടെ പോര് എന്ന പേര് വന്നത്. ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും കാടാണ്. സൈഡിലായിട്ട് ഇലക്ട്രിക് ഫെൻസസ് കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ആനകളൊക്കെ വരാറുള്ളൊരു സ്ഥലം തന്നെയാണ്. മുന്നോട്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആനപ്പിണ്ടവും മറ്റും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് മലയാറ്റൂർ മലയുടെ ഒരു സൈഡും അതേപോലെ തന്നെ അങ്ങ് ദൂരെ നമുക്ക് പശ്ചിമമല നിരഘട്ടങ്ങളെല്ലാം കാണാൻ സാധിക്കും. ടൂറിസ്റ്റുകൾക്കായിട്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഊഞ്ഞാലയും ട്രീ ഹട്ടും അതുപോലെ തന്നെ ബെഞ്ചും എല്ലാം ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. സീസണലായിട്ടുള്ള സമയത്ത് ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും. നമ്മൾ വന്നത് ഒരു മൺഡേ ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരുന്നു. അതേപോലെ തന്നെ മഴക്കാല സമയത്ത് ഇവിടെ ആരും കയറ്റാറില്ല. കാരണം നല്ല മഴവെള്ളപ്പാച്ചിലും ലൈക്ക് പുഴ കര കവിഞ്ഞ് ഒഴുകുന്നതും എല്ലാം കൊണ്ട് ഈ സ്ഥലം ഒന്നാമതേ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് വെള്ളം കൂടുന്നതനുസരിച്ച് വീണ്ടും നല്ല രീതിക്ക് ഡേഞ്ചറസ് ആവുന്നതുകൊണ്ട് ആ ഒരു സമയത്ത് ഇവിടെ ആൾക്കാരെ കയറ്റാറില്ല. ഈ ഒരു സ്ഥലത്ത് നമുക്ക് സേഫായിട്ട് വെള്ളത്തിലിറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇവിടെ അധികം ആഴമോ അല്ലെങ്കിൽ ചുഴിയോ ഒന്നും നമുക്ക് ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റുകളും വന്നു കഴിഞ്ഞാൽ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അത് മാത്രമല്ല വളരെ പീസ്ഫുൾ ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് വെള്ളത്തിലേക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒരേപോലെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് പാണിയിലിപ്പോര്. കുറച്ചുകൂടി മുന്നോട്ട് നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കറക്റ്റ് റോക്ക് ഫോർമേഷൻസ്, ആ ഒരു പാറക്കെട്ടുകൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് അങ്ങോട്ട് നടക്കാം. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, ഡേഞ്ചറസ് ആണ്. പിന്നെ ഈ നമ്മൾ പോകുന്ന വഴിയെല്ലാം കുറേ കുഴികളുണ്ട്. വർഷങ്ങളായി വെള്ളം ഒഴുകി രൂപപ്പെട്ട ഒരുപാട് കുഴികളുണ്ട്. അതിലൊന്നും വീഴാതെ വേണം നമ്മൾ പോകാൻ. ഇതിൽ കൂടി എല്ലാം നടക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നടക്കാൻ. കാരണം ഇതിൽ കുഴിയിലോ വെള്ളത്തിലോ ഒന്നും വീഴരുത്. കാരണം വളരെ ഡേഞ്ചറസ് ആണ്. ഒരുപാട് പേരുടെ ജീവൻ പോയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പാണിയിലിപ്പോരെന്ന് പറയുന്നത്. പെരിയാർ എന്ന് പറയുന്നത് പൊതുവെ വീതി കൂടിയൊരു നദിയാണ്. എന്നാൽ ഈ ഒരു റീജിയൻ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരുപാട് പാറക്കെട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് പോകാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ വീതി കുറവാണ്. അപ്പോൾ ഒരുപാട് കല്ലുകളുടെ ഇടയിൽ കൂടി ഈ ചെറിയ ഏരിയയിൽ കൂടി ഈ വെള്ളം ഒഴുകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുകയും കല്ലുകളെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ ചുഴികൾ രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ നല്ല അടിയൊഴുക്കും ഒരുപാട് ചുഴികളുമുള്ള ഒരു അപകടം പിടിച്ച സ്ഥലമാണ് പാണിയിലിപ്പോര്. എന്നാൽ ഈ അപകടം നടന്ന സ്ഥലത്തോട്ട് പോവാതെ ഈ സേഫായിട്ടുള്ള സ്ഥലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളീ പോയേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇവിടം വരെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ, നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാക്സിമം ഇവിടം വരെയാണ്.
ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പാടില്ല, കാരണം വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. കാരണം ഒന്ന് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ തീർന്നു. അത്യാവശ്യം നല്ല അടിയൊഴുക്കും പാറക്കെട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ അതേപോലെ തന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ് പാണിയിലിപ്പൂര്. ദൂരെ നമുക്ക് ഒരുപാട് മലനിരകൾ കാണാം. അതിലൊന്ന് ഏതെങ്കിലും അതിരപ്പള്ളി, നമ്മൾ കഴിഞ്ഞ ദിവസം പോയ വാൽപ്പാറ, ആ ഒരു വെസ്റ്റേൺ ഘട്ടിൻ്റെ സൈഡായിരിക്കും. ഇത്രയൊക്കെ ഭംഗിയേറിയ ഒരു ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണെങ്കിൽ കൂടിയും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അപകടം സംഭവിക്കും. വളരെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് പാണിയിലിപ്പൂര്. എന്നാൽ നിങ്ങളവിടെ പോവുകയാണെങ്കിൽ തീർച്ചയായും ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. ഒരിക്കലും ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലത്ത് വെള്ളത്തിൽ ഇറങ്ങരുത്, കാരണം ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞൊരു സ്ഥലം കൂടിയാണ്. സോ ഇന്നത്തെ ഈ ഒരു പാണിയിലിപ്പൂരിൻ്റെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ്. അതൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. പോലെ ഒരു മിനിറ്റ്, ട്രാവലറിലൂടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതേപോലെയുള്ള അടിപൊളി വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ വീണ്ടും ഗുഡ് ബൈ.